നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം അക്കൗണ്ടൻസിയിലെ വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടൻസിയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിന്താ വിഷയമാണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ് എന്നാണ്. അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും എന്ന രണ്ട് രീതിയിൽ അക്കൗണ്ടിങ് റൂൾസിനെ പറയുന്നുണ്ട്. എന്താണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അക്കൗണ്ടിങ്ങിന്റെ ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്നത് ലൂക്ക പാസിയോളിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരു അക്കൗണ്ടിന് രണ്ട് വശങ്ങളുണ്ട്, ഇടതുവശവും വലതുവശവും. ഇടതുവശത്തെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും വലതുവശത്തെ ക്രെഡിറ്റ് സൈഡ് എന്നും പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് അതിന് മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു വശം ഇടതുവശത്തെ ഡെബിറ്റ് എന്നും വലതുവശത്തെ ക്രെഡിറ്റ് എന്നും പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ട് രീതിയിലാണ് അക്കൗണ്ടിങ് റൂൾസിനെ പറയുന്നത്. ഒന്ന് ട്രഡീഷണൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്രോച്ച് എന്നും മറ്റൊന്ന് മോഡേൺ അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും അക്കൗണ്ടുകളെ അറേഞ്ച് ചെയ്യുന്ന രീതി, ക്ലാസിഫൈ ചെയ്യുന്ന, തരംതിരിക്കുന്ന രീതിയിലാണ് ഇവിടെ രണ്ട് രീതിയിലുള്ള റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രണ്ട് രീതിയിലും നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരേ റിസൾട്ടാണ്. അപ്പോൾ പ്രസന്റ് ചെയ്യുന്ന രീതി മാത്രമാണ് വ്യത്യാസം. അതിലെ അക്കൗണ്ടുകളുടെ എണ്ണം ഒന്നിൽ കുറവാണ്, ഒന്നിൽ കൂടുതലാണ്. എങ്കിൽ തന്നെയും റൂൾസ് പഠിക്കുമ്പോൾ അതുവഴി നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് റൂൾ? അത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്രോച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച് എന്നൊക്കെ പറയുന്ന അപ്രോച്ച്, ആ രീതിയിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ രേഖപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് അക്കൗണ്ടുകളാണ് അവിടെ വരുന്നത്. രണ്ട് അക്കൗണ്ടുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്നും ഇംപേഴ്സണൽ അക്കൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്നും ഇംപേഴ്സണൽ അക്കൗണ്ട് എന്നാണ് ട്രഡീഷണൽ അപ്രോച്ചിനകത്ത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനെ മൊത്തത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പേഴ്സണൽ അക്കൗണ്ട് എന്താണ്, ഇംപേഴ്സണൽ അക്കൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ചിൽ പ്രധാനമായിട്ടും ബിസിനസ് ട്രാൻസാക്ഷനുകളെ രണ്ട് അക്കൗണ്ടുകളിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പേഴ്സണൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന, പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ വിൽക്കാനുള്ള ഒരാളും അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരെ കുറിച്ചുള്ള ട്രാൻസാക്ഷൻസ് ആണ് പേഴ്സണൽ അക്കൗണ്ടിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് പേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നാച്ചുറൽ പേഴ്സൺ എന്നും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നും റെപ്രസെന്റേറ്റീവ് പേഴ്സൺ എന്നും മൂന്ന് രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. വളരെ പ്രധാനമാണ്. ഇവ പ്രത്യേകിച്ച് തരംതിരിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വളരെ വളരെ വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ ട്രാൻസാക്ഷൻസിനെ, നമ്മൾ അനലൈസ് ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ, അതിലുള്ള അക്കൗണ്ടുകൾ രണ്ടെണ്ണം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഒരു ട്രാൻസാക്ഷനിൽ നിന്നുള്ള രണ്ട് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്തും, അതിൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് മൂന്ന് രീതിയിൽ വരാം: നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെന്റേറ്റീവ് പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും അടങ്ങുന്ന ആ ഒരു സമൂഹമാണ് നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സൺസ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നാച്ചുറൽ പേഴ്സൺസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അടങ്ങുന്ന ആ സമൂഹമാണ് നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഡെപ്റ്റർ, ഒരു സ്ഥാപനത്തിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിക്കുന്ന ആൾ, ഡെപ്റ്റർ വരാം. അതോടൊപ്പം തന്നെ
ഈ സ്ഥാപനം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കടത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ വിൽക്കുന്ന ആൾ സെല്ലർ അയാളെ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റർ ഇതിനകത്ത് വരാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ, ഇയാൾ കൊണ്ടുവരുന്ന ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിൽ നിന്ന് പണം പിൻവലിക്കുന്നതും നാച്ചുറൽ അക്കൗണ്ടിനകത്ത്, നാച്ചുറൽ പേഴ്സന്റെ അക്കൗണ്ടിനകത്ത് വരുന്നതാണ്. ഓർത്തിരിക്കുക. അപ്പൊ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെയാണ് വരാറുള്ളത്. രണ്ടാമത് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളാണ്. ബിസിനസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണും, ആ സ്ഥാപനം ആർട്ടിഫിഷ്യൽ പേഴ്സണും, ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ നാച്ചുറൽ പേഴ്സണുമാണ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ പേഴ്സണൽ അക്കൗണ്ടിനകത്ത് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ കുറെ സ്ഥാപനങ്ങളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പലതരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ളത്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലുള്ള ബിസിനസ്, രണ്ടുപേർ ചേർന്ന് നടത്തുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അങ്ങനെ പല രീതിയിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് റെപ്രസെന്റേറ്റീവ് പേഴ്സൺ എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആയിട്ട് എടുക്കുന്നത്, സങ്കല്പികമായി എടുക്കുന്നത്, ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പ്രതിനിധീകരിച്ചെടുക്കുന്ന അക്കൗണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നതിന് ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പറയുന്ന പോലെ പ്രീപെയ്ഡ് റെന്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഇനിയും നൽകാനുണ്ട്. വേജസ് ഈ സ്ഥാപനത്തിലെ വർക്കേഴ്സിന് ഇനിയും നൽകാനുണ്ട്. അപ്പോൾ അതൊരു റെപ്രസെന്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ടാണ്, ഇനിയും കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ നേരത്തെ കിട്ടിയത് പ്രീപെയ്ഡ് റെന്റ്, അല്ലെങ്കിൽ പ്രീപെയ്ഡ് നേരത്തെ കൊടുത്തത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്ന വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. കണ്ടോ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ. പ്രീപെയ്ഡ് റെന്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രീപെയ്ഡ് ഇൻട്രസ്റ്റ്, അക്രൂഡ് ഇൻട്രസ്റ്റ്, അൺഏൺഡ് കമ്മീഷൻ, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൽ നിന്ന് കിട്ടുന്ന ഈ അക്കൗണ്ടുകളെയാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള പേഴ്സണൽ അക്കൗണ്ടാണുള്ളത്. നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, പിന്നെ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇംപേഴ്സണൽ അക്കൗണ്ട് എന്താണെന്നാണ്. അതിൽ മറ്റ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അപ്പോൾ നാച്ചുറൽ പേഴ്സന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപേഴ്സണൽ എന്ന് പറയുന്നത് അല്ലെ? പേഴ്സണൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇംപേഴ്സണൽ അക്കൗണ്ടിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിനകത്ത് എന്തൊക്കെയാണ് വന്നത്? അവിടുത്തെ ഓണേഴ്സ്, അവിടുത്തെ ക്യാപിറ്റൽ, അവിടുത്തെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ് ഫ്രം ക്യാപിറ്റൽ, അങ്ങനെ പല രീതിയിൽ. പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേര്, അതോടൊപ്പം തന്നെ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആയിട്ടുള്ള വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് റെന്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഈ ഇംപേഴ്സണൽ അക്കൗണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ട് ആയിട്ടാണ് ആദ്യം പറയുന്നത്. റിയൽ അക്കൗണ്ടിനകത്ത് നമ്മൾ എഴുതുന്ന ട്രാൻസാക്ഷൻസ് കൂടുതലും അസറ്റും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അസറ്റും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇംപേഴ്സണൽ അക്കൗണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിയൽ അക്കൗണ്ട് എന്നും അതോടൊപ്പം തന്നെ നോമിനൽ അക്കൗണ്ട് എന്നും. അപ്പോൾ റിയൽ അക്കൗണ്ടിന്റെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്നും. നമുക്കറിയാമല്ലോ, അസറ്റുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അതിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് കൊടുക്കുന്നത്. അസറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. അതുപോലെ തന്നെ റിയൽ അക്കൗണ്ടിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്നും ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്നും. ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ടിനകത്താകട്ടെ
ബിൽഡിങ്, ഫർണിച്ചർ, ക്യാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ടിനകത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയ ഗുഡ് വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഓണേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അസറ്റിനെ കുറിച്ച് പറഞ്ഞു, ലയബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാപനത്തിലും കുറെ ചിലവുകളുണ്ടാകും, എക്സ്പെൻസസ് ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വരുമാനം, പല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകും, ഗെയിൻ ഉണ്ടാകും. ഇവയൊക്കെ കാണിക്കുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എക്സ്പെൻസിനെയും ലോസസിനെയും ഇൻകത്തിനെയും ഗെയിൻസിനെയും എല്ലാം എൻട്രി ചെയ്യുന്നത് എന്ത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്? നോമിനൽ അക്കൗണ്ട് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിനി നോക്കേണ്ടത് ഈ റൂളുകൾ വെച്ച് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന 3 രീതിയിലാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഓർത്തിരിക്കുക, ഡെബിറ്റ് ദ റിസീവർ നമ്മൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, വാങ്ങുന്ന ആളിനെ. അതുതന്നെ ക്രെഡിറ്റ് ദ ഗിവർ, ആരാണോ നൽകുന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്പെക്റ്റിനെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കി ആ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റൂള് ഒന്ന് മനഃപ്പാടമാക്കുക. പേഴ്സണൽ അക്കൗണ്ട് റൂൾ, അപ്പോൾ ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡ്രോയിങ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളാണ് എന്തെന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്, ലയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്ഥാപനത്തിനകത്തേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അതോടൊപ്പം തന്നെ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ആ സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക, വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നോമിനൽ അക്കൗണ്ട് പ്രകാരമാണെങ്കിലോ എക്സ്പെൻസിനെയും ലോസസിനെയും എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ആ സ്ഥാപനത്തിലേക്ക് വരുന്ന എല്ലാ ഗെയിൻസിനെയും ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതേസമയം എന്തൊക്കെ ചിലവാകുന്നുണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ റൂള് പഠിച്ചില്ല എങ്കിൽ, ഈ 3 കാര്യങ്ങളുടെയും റൂളുകൾ പഠിച്ചില്ല എങ്കിൽ അക്കൗണ്ടൻസി പഠിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു കാര്യമാണ് മനഃപ്പാടമാക്കുക ഈ റൂൾസ്. അതോടൊപ്പം തന്നെ ഓരോ ട്രാൻസാക്ഷൻസിനെയും എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ കുറെ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ റൂൾസ് ഉപയോഗിച്ച് ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് ചിത്ര കമന്റഡ് ബിസിനസ്. ചിത്ര കമൻസ്ഡ് ബിസിനസ് വിത്ത് 1 lakh. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ട്രാൻസാക്ഷനിലെ ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ ഉള്ളത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നുണ്ട്, ക്യാപിറ്റലും വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിലെ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ടിന്റെ നാച്ചർ എന്താണ്? ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പേഴ്സണൽ ആണോ, റിയൽ ആണോ, നോമിനൽ ആണോ? അപ്പൊ നമുക്കറിയാം അസറ്റ് ആണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? റിയൽ അക്കൗണ്ട് റൂളിനകത്താണ് വരുന്നത്. ക്യാപിറ്റൽ ആണെങ്കിലോ, ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു പേഴ്സണൽ അക്കൗണ്ടിനകത്ത് വരുന്നതാണ്. നാച്ചുറൽ പേഴ്സണിനകത്ത് വരുന്ന റൂളാണ് അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിനെ എന്ത് ചെയ്യണം? എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരുന്നു, ക്യാഷ് കമ്മിങ് ഇൻ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചിത്രയാണ് എന്ത് ചെയ്യുന്നത്? കാശ് നൽകുന്നത്. അപ്പോൾ ആരാണോ നൽകുന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ നൽകുന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത്, റൂൾസ് ഓഫ് ഡെബിറ്റ് ക്രെഡിറ്റ് നൽകേണ്ടത്. അപ്പോൾ അതാണ് ആദ്യത്തെ ട്രാൻസാക്ഷനിൽ പറഞ്ഞത്. അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 10,000. ഫർണിച്ചർ വാങ്ങി 10,000 രൂപയ്ക്ക്. അപ്പോൾ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഫർണിച്ചർ അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. അതോടൊപ്പം തന്നെ ക്യാഷും റിയൽ അക്കൗണ്ട് ആണ്.
ഫർണിച്ചർ എന്താണ്? സ്ഥാപനത്തിലേക്ക് വരുന്നു. ഫർണിച്ചർ കമ്മിങ് ഇൻ. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. എന്ത് പോകുന്നു? ക്യാഷ് പോകുന്നു. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം ഓൺ ക്രെഡിറ്റ് 50,000. റാമിൽ നിന്നും ഗുഡ്സ് വാങ്ങിച്ചു 50,000 രൂപയ്ക്ക്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് അക്കൗണ്ടുകൾ? ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, രണ്ട് റാംസ് അക്കൗണ്ട്. ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, രണ്ട് റാമിന്റെ അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റിയൽ ആണ്. എന്താണ്? ഗുഡ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയാ? ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുന്നു, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം റാം ആണെങ്കിലോ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അവിടെ എന്താ പറയുന്നത്? റാം ഇസ് ദ ഗിവർ. റാം പൈസ അങ്ങോട്ട് നൽകുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ദ ഗിവർ. അടുത്ത നാലാമത്തെ ട്രാൻസാക്ഷൻ ആണെങ്കിലോ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 20,000. കാശിന് സാധനം വിറ്റു. അപ്പോൾ കാശ് ഒരു അക്കൗണ്ടാണ്, അതുപോലെ തന്നെ സെയിൽസ് മറ്റൊരു അക്കൗണ്ടാണ്. അപ്പോൾ രണ്ടും റിയൽ അക്കൗണ്ടാണ്. കാരണം ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് വരുന്നു, ഗുഡ്സും ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ക്യാഷ്. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അതേസമയം എന്ത് പോകുന്നു? ഗുഡ്സ് പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പെയ്ഡ് സാലറി ടു ജതിൻ 15,000. അപ്പോൾ സാലറി ഒരു എക്സ്പെൻസ് ആണ്, അത് പോവുകയാണ് അല്ലേ? ഒരു എക്സ്പെൻസ് ആണ്. അതോടൊപ്പം തന്നെ ക്യാഷ് അസറ്റ് ആണ്. സാലറി ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? നോമിനൽ അക്കൗണ്ട് റൂൾ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അത് നോമിനൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ്. അപ്പോൾ ഡെബിറ്റ് ഓൾ ദി എക്സ്പെൻസ്, സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് വീണ്ടും അത് തന്നെയാണ്. സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് ക്യാഷ് പോകുന്നു. അപ്പോൾ ഗോയിങ് ഔട്ട് ക്രെഡിറ്റ് ചെയ്തു. ഓർത്തിരിക്കുക. പെയ്ഡ് ടു റാം. റാമിന് കാശ് കൊടുത്തു. അപ്പോൾ റാം ഒരാളാണ്, റാം വാങ്ങിക്കുന്ന ആളാണ്, കാശാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ റാം പേഴ്സണൽ അക്കൗണ്ടാണ്. റാം ഇസ് ദ റിസീവർ. റാം വാങ്ങിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഡെബിറ്റ് ദ റിസീവർ. പിന്നെ ക്യാഷിന് വരുന്ന മാറ്റം, ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു. അപ്പോൾ അത് റിയൽ അക്കൗണ്ട് ആണ്. നമ്മൾ വാട്ട് ഈസ് ഗോയിങ് ഔട്ട് വിൽ ബി ക്രെഡിറ്റഡ് എന്നാണ്. സാലറി ടു ബി പെയ്ഡ് ടു രാഹുൽ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. സാലറി രാഹുലിന് കൊടുക്കാനുള്ള സാലറി ഇനിയും 5,000 കൊടുക്കാനുണ്ട്. അറിയാമല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു റെപ്രസെന്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ടാണ്. അപ്പോൾ ഒന്ന് സാലറി അക്കൗണ്ടാണ്, സാലറി എക്സ്പെൻസ് ആണ്, അത് നോമിനൽ അക്കൗണ്ടാണ്. അതേസമയം സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ് അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെന്റേറ്റീവ് പേഴ്സൺ, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒരു റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ ഓർത്തിരിക്കുക, ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ് കണ്ടെത്താൻ പറ്റുക. അല്ലാതെ ഒരിക്കലും രണ്ട് ഡെബിറ്റോ അല്ലെങ്കിൽ രണ്ട് ക്രെഡിറ്റോ വരത്തില്ല. അവസാനം പറയുന്നത് എന്താണ്? കമ്മീഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് 2,000. കമ്മീഷൻ കിട്ടി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കളക്ട് ചെയ്തിട്ടില്ല. കമ്മീഷൻ കിട്ടി, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്, നമ്മൾ ഇതുവരെ ആ പൈസ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അക്രൂഡ് കമ്മീഷൻ. അക്രൂഡ് കമ്മീഷൻ ആണ് ഒരു അക്കൗണ്ട്. മറ്റൊന്ന് കമ്മീഷൻ അക്കൗണ്ട് ആണ്. കമ്മീഷൻ അക്കൗണ്ടിൽ വന്ന് കുമിഞ്ഞ് കിടക്കുകയാണ്, എടുത്തിട്ടില്ല. അപ്പോൾ അക്രൂഡ് കമ്മീഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്, ഇൻകം ആണ്. അപ്പോൾ ഇൻകം, ഗെയിൻ ഇവയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അവിടെ അത് സ്ഥാപനത്തിലേക്ക് വന്നു കിടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനോടൊപ്പം തന്നെ കുറെ ട്രാൻസാക്ഷൻസ് വായിച്ച് ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കി അക്കൗണ്ട് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. അക്കൗണ്ടിന്റെ പ്രത്യേകത, നാച്ചർ എന്താണെന്നുള്ളത് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ഈ രണ്ട് അക്കൗണ്ടിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്, അതിന് ഡെബിറ്റ് കൊടുക്കണമോ ക്രെഡിറ്റ് കൊടുക്കണമോ എന്നുള്ളത് കണ്ടെത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റൂൾസ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് റൂളിന്റെ മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് എന്താണ്. കൂട്ടുകാരെ, മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന അക്കൗണ്ടിങ് റൂളിന്റെ
മറ്റൊരു വശമാണ്. ചെറിയ വാക്കുകളിലുള്ള മാറ്റമല്ലാതെ റൂളുകൾ രണ്ട് തന്നെ ഉപയോഗിച്ച് നമ്മൾ അക്കൗണ്ടുകൾ രേഖപ്പെടുത്തിയാലും കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ്. മോഡേൺ അപ്രോച്ച് പ്രകാരം അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് പ്രകാരം നമുക്ക് 5 അക്കൗണ്ടുകളാണുള്ളത്. ട്രഡീഷണൽ അപ്രോച്ചിൽ പേഴ്സണലും ഇംപേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള 2 അക്കൗണ്ടുകളും, മോഡേൺ അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് പ്രകാരം നമുക്കറിയാവുന്ന 5 അക്കൗണ്ടുകളാണുള്ളത്. ഇതിൽ അക്കൗണ്ടിങ് ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് എന്ന ഒരു പേരും ഇതിന് ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് ഡെബിറ്റ് ക്രെഡിറ്റ് റൂളിൽ മോഡേൺ അപ്രോച്ച് നൽകുന്നത്. ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അസറ്റിനകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അസറ്റുകൾ വരുന്നുണ്ട്. അത് കൂടുമ്പോൾ എന്ത് ചെയ്യും, കുറയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ അസറ്റ് അക്കൗണ്ടിനകത്ത് വരുന്ന ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റിനും ഉണ്ടാകുന്ന വ്യത്യാസം, അത് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അതാണ് അക്കൗണ്ടിങ് റൂൾ, അസറ്റിന് വേണ്ടിയുള്ള റൂൾ. കൂടുമ്പോൾ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ലയബിലിറ്റി അക്കൗണ്ടാണ്. അറിയാമല്ലോ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ബാധ്യതകളാണ്. നിങ്ങൾക്കറിയാം 2 തരത്തിലുള്ള ബാധ്യതകളാണുള്ളത്. ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്നും ലോങ് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്നും അറിയപ്പെടുന്ന ബാധ്യതകൾ. ലയബിലിറ്റി അസറ്റിന് ഓപ്പോസിറ്റ് ആണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ റൂളും ഓപ്പോസിറ്റ് ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഡെബിറ്റഡ്. മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് ക്യാപിറ്റൽ. അത് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാമല്ലോ, അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നാലും തുടക്കത്തിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും സ്ഥാപനത്തിന്റെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത് പിൻവലിച്ചു കൊണ്ടുപോകുമ്പോൾ, ഓണർ വിഡ്രോ ചെയ്യുമ്പോൾ കുറയുന്നു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതാണ് അക്കൗണ്ടിങ് റൂൾ. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റഡ്. നാലാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് റവന്യൂ. സ്ഥാപനത്തിലേക്ക് വരുന്ന ഇൻകം, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇങ്ങനെ പലതരത്തിലുള്ള വരുമാനം, ഇൻകം ഒരു സ്ഥാനത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതാണ് അക്കൗണ്ടിങ് റൂൾ. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ലാസ്റ്റ് അഞ്ചാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, കാരേജ്, കാർട്ടേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെ ഒത്തിരി എക്സ്പെൻസുകളുണ്ട്. ഇവ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓർത്തിരിക്കുക, ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ക്രെഡിറ്റഡ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇതിനെല്ലാം തന്നെ ഒരു റൂളാണ്, ഒരുപോലെയാണ് റൂൾ. അത് അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും റൂളിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് ഇൻകം ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ, ഇൻകം ആൻഡ് ലയബിലിറ്റി ഡെബിറ്റഡ്. നോക്കാം, ഈ ടേബിളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അസറ്റ് അക്കൗണ്ട് റൂൾ എന്ന് പറയുന്നത് എന്താണ്?
അസറ്റ് അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് ഇൻക്രീസ് ദ ഡെബിറ്റ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ആണെങ്കിലോ ലയബിലിറ്റി അക്കൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിലോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. റവന്യൂ അക്കൗണ്ടിലാണെങ്കിലോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എക്സ്പെൻസ് അക്കൗണ്ട് ആണെങ്കിലോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. വളരെ വ്യക്തമായിട്ട് കുറച്ചുകൂടെ ഉദാഹരണങ്ങളോടുകൂടി നമുക്കിത് മനസ്സിലാക്കാം. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇത്രയും ട്രാൻസാക്ഷൻസ് അമേരിക്കൻ അപ്രോച്ച് എന്ന് പറയുന്ന അക്കൗണ്ടിങ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. 1 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ക്യാഷും ക്യാപിറ്റലുമാണ് അതിൽ വരുന്ന അക്കൗണ്ടുകൾ. ക്യാഷും ക്യാപിറ്റലുമാണ്. ഇവിടെ ക്യാഷ് അസറ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിനകത്താണ് വരുന്നത്. അതിന്റെ നാച്ചുറൽ ക്യാപിറ്റൽ തന്നെയാണ്. ക്യാഷ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്യാഷ് ഇൻക്രീസസ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ ആണെങ്കിലോ ക്യാപിറ്റലും കൂടുന്നു, ഫേമിന്റെ ക്യാപിറ്റൽ കൂടുന്നു, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എപ്പോഴും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമേ ഉണ്ടാകുകയുള്ളൂ, അല്ലാതെ 2 ഡെബിറ്റോ അല്ലെങ്കിൽ 2 ക്രെഡിറ്റ് ആകാറില്ല. ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ നോക്കി, പെയ്ഡ് റെന്റ്. റെന്റ് ആണ് ഒരു അക്കൗണ്ട്, രണ്ടാമത്തത് ക്യാഷ് ആണ്. റെന്റ് അറിയാമല്ലോ നിങ്ങൾക്ക്, എക്സ്പെൻസ് ആണ്. അതേസമയം ക്യാഷ് അസറ്റ് ആണ്. എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ കാണിക്കാം, ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ആണെങ്കിലോ ക്യാഷ് കുറയുന്നു. വാടക കൊടുത്തപ്പോൾ ക്യാഷ് കുറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. അടുത്തതാണെങ്കിലോ റിസീവ്ഡ് കമ്മീഷൻ, വരുമാനമാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ആണ്, രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്മീഷൻ ആണ്. അപ്പോൾ ക്യാഷ് അസറ്റ് ആണ്, കമ്മീഷൻ ഇൻകം ആണ്. ക്യാഷ് എന്ത് ചെയ്യുന്നു? ക്യാഷ് കൂടുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്യും. ഇൻകം കൂടി, കമ്മീഷൻ കൂടി. കമ്മീഷൻ കൂടുക എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. വരുമാനം കൂടി. ഇവിടെ പറയുന്നത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. 10,000 രൂപ ക്യാഷ് ആയിട്ടും 5,000 രൂപ ഗുഡ്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ, നേരത്തെ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞു, വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നത് 2 രീതിയിലാണ്. ഒന്ന് ക്യാഷ് ആയിട്ട് 10,000 രൂപ ക്യാഷ് ആയിട്ട്, 2 5,000 രൂപ ഗുഡ്സ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ ഡെബിറ്റിൽ 2 കാര്യങ്ങൾ വരും. ഡെബിറ്റിൽ 2 കാര്യങ്ങൾ വരും. ഒന്ന് ക്യാഷും മറ്റൊന്ന് ഗുഡ്സും ആണ്. അത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ക്യാപിറ്റൽ ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ക്യാഷും ഗുഡ്സും എന്ന് പറയുന്നത് അസറ്റ് ആണ്, അത് ഇൻക്രീസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റലും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്, ഈ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഫ്രം ബിനു, ക്യാഷ് കൊടുത്തതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം പർച്ചേസ് ആണ് അല്ലേ? പർച്ചേസ്. രണ്ടാമത്തെ കാര്യം അവിടെ ക്രെഡിറ്റർ ആണ്, ബിനു ക്രെഡിറ്റർ ആണ്, നമ്മൾ കാശ് കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റർ ആണെങ്കിലോ ലയബിലിറ്റി ആണ്, സ്ഥാപനത്തിന്റെ ലയബിലിറ്റി കൂടി, അപ്പോൾ ലയബിലിറ്റി കൂടുന്നത് കൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കിയേ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്യാഷ് അക്കൗണ്ട് ആണ്, രണ്ടാമത്തെ കാര്യം സെയിൽസ് അക്കൗണ്ട് ആണ്. ക്യാഷ് അസറ്റ് ആണ്, സെയിൽസ് ഇൻകം ആണ്. അതോടൊപ്പം തന്നെ ക്യാഷ് എന്ത് ചെയ്യുന്നു? അസറ്റ് കൂടുന്നു, അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഫർണിച്ചർ വാങ്ങിച്ചു, പർച്ചേസ്ഡ് ഫർണിച്ചർ, ഓഫീസ് ഫർണിച്ചർ 15,000 രൂപ. അപ്പോൾ ഇവിടെ പർച്ചേസിന് പ്രാധാന്യമില്ല, കാരണം എന്ത് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ഫർണിച്ചർ ആണ് വാങ്ങിച്ചത്, അപ്പോൾ അസറ്റ് കൂടി. അസറ്റ് കൂടി, ഫർണിച്ചർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ആണ്, ക്യാഷ് ആണ് പോയത്, അപ്പോൾ അസറ്റ് കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം ക്യാഷ് കുറഞ്ഞു, അപ്പോൾ ക്യാഷ് കുറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. പെയ്ഡ് സാലറി, വർക്കേഴ്സിന് സാലറി കൊടുത്തു, അപ്പോൾ ഒന്നാമത്തെ കാര്യം സ്ഥാപനത്തിന് എക്സ്പെൻസ് കൂടി,
രണ്ടാമത്തത് എന്താണ്? ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ എക്സ്പെൻസ് കൂടി, സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതോടൊപ്പം തന്നെ ക്യാഷ് അസറ്റാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് 2 തരത്തിലുള്ള അക്കൗണ്ടിങ് റൂൾസിനെ കുറിച്ചാണ്. ഓർത്തിരിക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ 2 അപ്രോച്ച് പ്രകാരം പറയാറുണ്ട്. ട്രഡീഷണൽ അപ്രോച്ച് എന്നും മോഡേൺ അപ്രോച്ച് എന്നും പറയാറുണ്ട്. രണ്ടും വളരെ എളുപ്പത്തിൽ ഇതുപോലത്തെ നല്ല നല്ല ഉദാഹരണങ്ങൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് തന്നെ സ്വയം കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും അക്കൗണ്ട് ഏതാണ്, ആ അക്കൗണ്ടിന്റെ നേച്ചർ എന്താണ്, അത് കൂടുകയാണോ കുറയുകയാണോ, അതോടൊപ്പം തന്നെ ഇതിന് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകട്ടെ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലിങ്കുകളായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി ഏറെ നന്ദി. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. താങ്ക് യു.